സുഹൃത്തുക്കളെ, ഒരിക്കൽ മഹാനായ ബീർബൽ പേർഷ്യൻ രാജാവിനെ കാണാൻ പോയി. പേർഷ്യയിലെത്തിയ ബീർബലിനെ അവിടുത്തെ പേർഷ്യൻ രാജാവ് കൈ നിറയെ സമ്മാനങ്ങളും മനം നിറയെ ആദരങ്ങളും കൊടുത്ത് സ്വീകരിച്ചു. സന്ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ബീർബലിനോട് പേർഷ്യക്കാര് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ലയോ ബീർബൽ, പേർഷ്യൻ ചക്രവർത്തിയും അക്ബർ ചക്രവർത്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടുപേരെയും നിങ്ങൾ എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. ഒട്ടും ചിന്തിക്കാതെ സംശയമില്ലാതെ ബീർബൽ ഉത്തരം പറഞ്ഞു, നിങ്ങളുടെ രാജാവ് പൂർണ്ണചന്ദ്രനാണ്, എൻ്റെ രാജാവ് അക്ബർ ചക്രവർത്തി അർദ്ധചന്ദ്രനാണ്. നിങ്ങളുടെ രാജാവ് പൂർണ്ണചന്ദ്രൻ, എൻ്റെ രാജാവ് അർദ്ധചന്ദ്രൻ. പേർഷ്യക്കാർ ഒന്നടക്കം സന്തോഷത്തിലാണ്. ബീർബൽ കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്നു. അക്ബർ ചക്രവർത്തി ഈ സംഭവം അറിഞ്ഞു. മുഖം കനപ്പിച്ചുകൊണ്ട് അക്ബർ ചക്രവർത്തി ബീർബലിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു രാജ്യദ്രോഹിയാണ്. അയൽപക്കത്തുള്ളൊരു രാജ്യത്ത് ചെന്ന് നിന്റെ രാജാവിനെ നീ കൊച്ചാക്കാൻ ശ്രമിച്ചു അല്ലേ? ബീർബൽ പറഞ്ഞു, പ്രഭു, അങ്ങേ ഞാൻ ഒരിക്കലും കൊച്ചാക്കിയിട്ടില്ല. അങ്ങ് തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത്. അതെങ്ങനെ? ചക്രവർത്തി ചോദിക്കുകയുണ്ടായി. ബീർബൽ പറഞ്ഞു, ഞാൻ പറഞ്ഞത് പേർഷ്യൻ ചക്രവർത്തി പൂർണ്ണചന്ദ്രനാണ് എന്നാണ്. ചന്ദ്രൻ പൂർണ്ണതയിലെത്തിയാൽ പിന്നെ ചെറുതാവാൻ തുടങ്ങും. അങ്ങനെ ചെറുതായി ചെറുതായി അവസാനം അപ്രത്യക്ഷമാകും. അർദ്ധചന്ദ്രൻ എന്ത് ചെയ്യും? അത് വളർന്ന് വളർന്ന് പൂർണ്ണതയിലാകും. അതുകൊണ്ട് അങ്ങ് പൂർണ്ണതയിലേക്കെത്തുന്ന അർദ്ധചന്ദ്രനാണ്. ഇത് കേട്ടപ്പോൾ അക്ബർ ചക്രവർത്തിക്ക് സന്തോഷമുണ്ടായി. സുഹൃത്തുക്കളെ, ഇതൊരു